അല്ലെങ്കിൽ നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാ ഇങ്ങനെയൊക്കെ തന്നെ അവസാനിപ്പിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത്. ഇത് ഞായറാഴ്ചക്കത്തെ വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ പറയാനും കാരണമുണ്ട്, ഇവിടെ ഒരു മനുഷ്യല്ലേ കേട്ടോ, ഒരു ഈച്ച പറഞ്ഞില്ല ഇവിടെ. ഇപ്പോൾ മക്കളും കാര്യങ്ങളും എല്ലാവരും പോയതല്ലേ, അപ്പോൾ നമ്മൾ ഒറ്റക്കുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ വീഡിയോസും ഞങ്ങളെ മുന്നിൽ എത്തിക്കണമല്ലോ. ഇന്നിപ്പോൾ ഇതും കൂടി മാറ്റി വെക്കണ്ടല്ലോ വിചാരിച്ചാണ്ട് അങ്ങോട്ട് തുടങ്ങിയതാണ്. ഒരു 10 മണി ആയപ്പോഴാണ് തുടങ്ങിയത്. 10 മണി ആകണേ ഉള്ളൂ കേട്ടോ, 9:45 ഇന്നിപ്പോൾ ഇതാക്കണേ. ഇന്ന് വേറെ ഒരു പണികളൊന്നുമില്ല, ചോറും കൂട്ടാനൊന്നും വെക്കാനും കാര്യങ്ങളൊന്നുമില്ല. ഇന്നിപ്പോൾ ഇത് എടുക്കാമെന്നാണ് വിചാരിച്ചു. ഇപ്പം തോന്നിയ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാക്കണ ഒരു മാക്സിയിലെ ഇതാ നിവർത്തി പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇന്നലെ അമ്മ കൊണ്ടുവന്നതാണ് കേട്ടോ, അനിയത്തിക്കായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഓളിൻ്റെ മാക്സിയിലെ കൊണ്ടുപോയി ഓളത് ഇവിടെ വെച്ചിട്ടും പോയിട്ടോ. ഇന്നിപ്പോൾ ഏതായാലും ഞായറാഴ്ചയും കാര്യങ്ങളൊക്കെയാണ്, അയൽക്കൂട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ കുറച്ച് പെണ്ണുങ്ങൾ കൂടി കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് കുത്തിരിക്കണ ആ ഒരു ഏരിയയാണ് ഈ അയൽക്കൂട്ടം പറയണതില്ലേ. അപ്പോൾ അയൽക്കൂട്ടത്തിനൊക്കെ പോകാൻ കണ്ടിട്ട് ഞാനിതാക്കണ ഒരു മാക്സി വെട്ടി അടിക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ വലിയ അളവും കാര്യങ്ങളൊന്നും അങ്ങനെ ആനക്കുട്ടി പരിപ്പൊന്നും നമ്മൾ ഈ ഒരു മാക്സി വെട്ടാനും അടിക്കാനും ഒന്നും വേണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് വെട്ടി പഠിച്ചാലും മതി. അപ്പോൾ ഞാനിത് അളവിൻ്റെ ഈ ഒരു മാക്സി വെച്ചിട്ടാണ് വെട്ടണത് കേട്ടോ. അങ്ങനെ അളവിൻ്റെ മാക്സിയൊക്കെ വെച്ച് ഇതാക്കണം. ബാക്ക് ഭാഗമാണ് കേട്ടോ ആദ്യം ഒന്ന് വെട്ടി കൊടുത്തത്. പിന്നെ ഫ്രണ്ട് ഭാഗമാണ് ഇനി വെട്ടി കൊടുക്കാനുള്ളത്. അപ്പോൾ അനിയത്തിക്ക് ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാണ്ട് എൻ്റെ ഒരു ചുവപ്പ് കളറിലത് അമ്മ വാങ്ങി തന്നാൾ. അപ്പോൾ അത് കൊണ്ടിട്ടാണ് അവൾ പോയത്. ഓക്കെ, ഞാനങ്ങനെ ഉടുപ്പാക്കിയിട്ടാണ് അടിച്ചു കൊടുത്തത്. അപ്പോൾ ഞാനിത് ഈ ഒരു മോഡലിലാണ് കേട്ടോ അടിക്കുന്നത്. നമ്മൾ അലിയ കട്ട് ഉണ്ടല്ലോ, അങ്ങനെയാണ് അടിക്കുന്നത്. ഞെറിയൊക്കെ വെച്ചിട്ട് ഇതേപോലെ തന്നെയാണ് അടിക്കുന്നത്. വേഗം ഒന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ. പെട്ടെന്നുള്ള പരിപാടിയാണ്. അപ്പോൾ മാക്സി അടിക്കാൻ അറിയാത്തവർക്ക് ഇതാക്കണം, അളവെടുത്ത് അടിക്കുകയൊക്കെ വേണമല്ലോ, അത് നമുക്ക് അറിയില്ല എന്ന് വയ്ക്കുക. അങ്ങനെ പറയുന്നവരാണെങ്കിൽ എന്നാൽ വലിയതായിട്ട് അളവെടുത്ത് പഠിക്കുകയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇതാക്കണം അളവിൻ്റെ ഒരു മാക്സിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അളവ് ഉണ്ടായാലും തന്നെ നമുക്ക് വല്ലാതായിട്ട് അളവെടുത്ത് ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ വെട്ടിയാൽ മതി കേട്ടോ. എളുപ്പം ശരിയാവും കേട്ടോ. ഇതിൻ്റെ ഒക്കെ റെഡി ആകലുണ്ട്. അപ്പോൾ ചിലവർക്ക് റെഡിയാകും, ചിലവർക്ക് റെഡിയാകില്ല, മണ്ടത്തിലാണല്ലോ. അപ്പം ഞാനങ്ങനെ കൂടുതലായിട്ടും അളവിൻ്റെ ആ ഒരു ഡ്രസ്സ് വെച്ചിട്ടാണ് കേട്ടോ വെട്ടൽ. പിന്നെ കഴുത്തും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ നമ്മൾ ടാപ്പ് കൊണ്ട് വെട്ടുള്ളൂ. അപ്പോൾ ഞാനിതാക്കണ ആലിയ കട്ടിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ബ്ലൗസ് പോലക്കണ ഒരു ഭാഗമുണ്ട്. അപ്പോൾ അത് വെട്ടിയെടുക്കട്ടെ കേട്ടോ. വേഗം കുറച്ച് തുണിയിൽ അങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതാക്കണം ഇങ്ങനെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കഴുത്തൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പം തിരക്കേടില്ല കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ അടിക്കണം. ഞാൻ ഫസ്റ്റ് അടിച്ചതാണ് ആലിയ കട്ടിൽ ആ ഒരു ചുരിദാർ കേട്ടോ. അത് കുറച്ച് ഞാനെന്തോ ഒരു കഥകളി ആ മാതിരി ആയിട്ട് എനിക്ക് തോന്നലുണ്ട്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ഇടലില്ല കേട്ടോ. ഇവിടേക്ക് അങ്ങനെ പോകുമ്പോൾ അങ്ങനെ ഇടലൊന്നുമില്ല. ആ ഇടുമ്പോൾ പിന്നെ ഷാളിൻ്റെ കാര്യങ്ങളൊന്നും വേണ്ട. കാരണം ഇവിടുന്ന് അങ്ങോട്ട് ആ വയറിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് അവിടെ നിന്നിട്ട് ഒരു കഥകളി മോഡലാണ് എനിക്കത് നിൽക്കൽ. അപ്പോൾ അങ്ങനെ ആക്കണ ആ ഒരു പരിപാടിയും കഴിഞ്ഞിട്ട് 2 പീസായിട്ടാണ് ഞാൻ വെട്ടിയത്. ഇനിയിപ്പോൾ ഇങ്ങനെ സ്പീഡിൽ കാണുമ്പം മനസ്സിലാകുമൊന്നും ഉണ്ടാവില്ല. കാരണം ഞാനങ്ങനെ വിശദമായിട്ട് ഇതൊന്നും പറഞ്ഞു തരുന്നില്ല. അപ്പോൾ കൈ ഇതാക്കണം ഞാൻ വെട്ടിയെടുക്കട്ടെ കേട്ടോ വേഗമൊന്നും. പിന്നെ ഇതിൻ്റെ കഷ്ണം എന്ന് പറയുകയാണെങ്കിൽ ഒരു പീസ് കഷ്ണം കൂടിയും ബാക്കിയില്ല കേട്ടോ. ഒരു ഇത്തിരി കഷ്ണമേ ഉള്ളൂ, തുമ്പും പാലൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ അയിമന്ന് ഇതാക്കണ വെട്ടിയൊക്കെ എടുത്ത് പിന്നെ എന്താ ഫസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ വിശദമായിട്ട് ഞാനത് വീഡിയോ എടുക്കണില്ല. എനിക്ക് അങ്ങനെ വിശദമായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. വെട്ടിക്കാട്ടിനും കാണിച്ചു തരുന്നല്ലാതെ അങ്ങനെ ഇതിൻ്റെ അളവും കാര്യങ്ങളും ഞാൻ ഇതാക്കുന്ന എല്ലാ കാര്യങ്ങളും എടുക്കും ഒരു സുമാർ കണക്കാണ് എടുക്കൽ. അപ്പോൾ അങ്ങനെ കൈത്തൊക്കെ ഞാൻ അടിച്ച് കൊടുക്കട്ടെ കേട്ടോ. കൈത്ത് അടിച്ച് കൊടുക്കണതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആ ഒരു ഫ്രണ്ട് ഭാഗത്തില്ല ഒരു എന്താ പറയുക ഒരു ഞെറിയൊക്കെ ഇട്ട് കൊടുക്കണ ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഒന്ന് ലൂസിൽ നമ്മളെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് വലിച്ചു പിടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മളതൊരു അഡ്മിറ്റ് ആക്കാൻ ഒരാളെ കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചതാണ് എന്താണ് വണ്ടിക്ക് കയറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടിക്ക് എന്തോ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് പറഞ്ഞിട്ട് ഗുഡ്സിലൊക്കെ ഇട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിനെ അങ്ങനെ അഡ്മിറ്റ് ആക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. ആകപ്പാടെ നമുക്കുള്ളൊരു മുതലേന്നു അത്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു നിർത്തിയത് വെച്ചാൽ ഇങ്ങനെയാണ് ആലിയ കട്ടിൻ്റെ ഈ ഒരു ലാസ്റ്റ് ഭാഗമാണ് ഇട്ടത്. അപ്പോൾ ഞെറിയൊക്കെ വെച്ചിട്ട് ഇതുമൊന്ന് കൂട്ടിയെടുക്കട്ടെ കേട്ടോ. അതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് വെച്ചൊന്ന് കൂട്ടിയെടുക്കട്ടെ. ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പരിപാടി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ കൈത്തടിച്ചു. അതിൻ്റെ ആ ഒരു ഞെറി ഭാഗം ഉണ്ടല്ലോ അതും കൊണ്ട് അടിച്ചു. ഇനിയിപ്പോൾ ഞെറി കാണണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് അയിമ തുന്നി പിടിപ്പിക്കണമല്ലോ. അപ്പോൾ ഇതാക്കണം ഇത് വീണ്ടും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ പഴയ ഒരു സാരീതിയാണുള്ളതെന്നുള്ളി പറിച്ചെടുത്തതാണ്. അപ്പോൾ അതൊന്ന് വെച്ച് കൊടുക്കണം. അങ്ങനെ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൈ അടിച്ച് കൊടുത്തു. അപ്പോൾ നോക്കിയപ്പോഴാണ് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലേ, ഇവിടെ എന്തോ ഫ്രണ്ട് ഭാഗത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഒരു കഴുത്തൊക്കെ നോക്കിയിട്ട് ഇതാണ് വള്ളിയില്ലാത്തൊരു ട്രൗസർ പോലെ നിൽക്കേണ്ടത്. അപ്പം അങ്ങനെ എനിക്ക് തോന്നിയിട്ടോ. അത് അങ്ങനെ ഇപ്പോൾ ഇതാക്കണം ഇവിടെ വള്ളിയില്ലാതെ ആരും ട്രൗസർ ഇടണ്ട. അപ്പോൾ ഞാൻ എന്താക്കണം ഇവിടെയും കൂടി ഒന്ന് വെച്ച് പിടിപ്പിക്കട്ടെ. ആ ഒരു കണ്ണടിച്ചിൽ ഇവിടെയും കൂടി ഒന്ന് വെച്ച് പിടിപ്പിക്കട്ടെ. എന്നാലാണ് അതൊന്ന് ക്ലിയർ ആയി കിട്ടുള്ളൂ, ഒരു സമാധാനം ഉണ്ടാകുള്ളൂ. അല്ലെങ്കിൽ അവർ ഇടങ്ങിയറിയിക്കാരും മനസ്സിക്ക്. അങ്ങനെ ഇതാക്കണം ലാസ്റ്റ് അതും കൂടിയാണ് പിടിപ്പിച്ചപ്പോൾ നല്ല സമാധാനമായിട്ട് എന്തോ വലിയ സമാധാനമായി.
അപ്പോൾ കൈത്തും ഒക്കെ ഉണ്ട് അടിച്ച് കഴിഞ്ഞാൽ ഇനി ഒന്ന് കുളിച്ചിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ അതൊന്ന് ഇട്ട് കാണിച്ചു തരണമെങ്കിൽ ഇതൊന്ന് കുളിക്കാനുണ്ടാവും. അപ്പോൾ ഞാനൊന്ന് കുളിച്ച് വരട്ടെ. മുറ്റത്ത് കണ്ട് ഇറങ്ങി നോക്കിയപ്പോൾ അതാക്കണ നേരെ പരപരാൻ വെളുത്തിട്ട് വെയിൽ നല്ല ഉസാറായിട്ട് ഇങ്ങോട്ട് വന്നിക്കണം കേട്ടോ. അപ്പോൾ മൂപ്പരോടൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറഞ്ഞതാട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ചാഞ്ഞും ചെരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് വീഡിയോ. കുട്ടിയൊക്കെ ആദ്യമായിട്ട് ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചാഞ്ഞും ചെരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ തിരുമ്പൽ കുളിയൊക്കെ കഴിഞ്ഞ് ഇതാക്കണേ ലോഡ് ഉണക്കിയിട്ടുണ്ട്. കുറേ ഉണക്കാനുണ്ടായിരുന്നു, വിരുന്നാർ വന്ന് പോയതല്ലേ. അപ്പോൾ തിരുമ്പിടാന്നാൽ ശരിയാവില്ല. അപ്പോൾ പുറത്തും വിരിപ്പോൾ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തോരട്ടും. അങ്ങനെ ഇതാക്കണം. ഫൈനലി എൻ്റെ മാക്സി ഒക്കെ ഇട്ടിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് മാക്സി ഉള്ളത്, ആലിയ കട്ടിൻ്റെ മാക്സി കേട്ടോ. എല്ലാവരും ആലിയ കട്ടിൻ്റെ ചുരിദാറൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഇതാക്കണം ഇങ്ങനെയാണ്, വെറൈറ്റി പിടിക്കുക എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് അടിച്ചത്, റെഡി ആയിട്ടുണ്ടോ? അപ്പോൾ മുന്നേ ഇതാക്കണ വലിയ ബോറും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പൊതുവേ നമ്മൾ പെണ്ണുങ്ങൾക്കില്ല ആകെപ്പാടൊരു കുറ്റം കുറവെന്ന് പറയുന്നത് വയറ് പൊന്തുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഇടുകയാണെങ്കിൽ വല്ലാതാണ്ട് വയറ് പൊന്തിയതും കാര്യങ്ങളൊന്നും കാണൂല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് അടിച്ചിട്ടില്ല. അപ്പോൾ ഞെറിയൊക്കെ വെക്കുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് വയറ് പൊന്തലൊക്കെ ഒന്ന് കുറച്ചൊക്കെ തടയാം കേട്ടോ. അപ്പോൾ ഈ ബാക്കിൽ ഞാൻ ഞെറി വെച്ച് കൊടുത്തിട്ടില്ല, ഫ്രണ്ട് മാത്രമേ ഞെറി വെച്ചിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെയാണ് അടിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നൊന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഓരോരോ മോഡൽ ഇങ്ങനെ പുറത്തിറക്കണത്. അപ്പോൾ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ബോറൊന്നും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ, കളറും കാര്യങ്ങളൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി ഒരു ഉച്ച നേരമായിക്കുന്നുണ്ട്. ഇതുവരെ ഞാൻ ഫോണുമ്മലൊക്കെ തോണ്ടിയിട്ട് അങ്ങനെ ടി വി ഒക്കെ അങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയെന്ന്. അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ ഇന്നിപ്പോൾ വെപ്പും കൂടിയും തീറ്റയൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷേ ഒരു മണി ആയപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പള്ളയിൽ കാറ്റ് കടന്നിട്ട് ഭയങ്കരമായിട്ട് പൈക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുമില്ല ഇവിടെ. ഒന്നാമത് മൂപ്പരിന്ന് കല്യാണത്തിന് പോയിട്ടുണ്ട്, കുട്ടികളും ഇല്ല, കണ്ണനും ഇല്ല, ആരും ഇല്ലല്ലോ. അപ്പോൾ ഞാനിക്കായിട്ട് എന്തിനാ ചോറും കൂട്ടാനും ഉണ്ടാക്കണേ, എന്തെങ്കിലും ചായയും കടിയും വാങ്ങിയിട്ട് അങ്ങനെ കുടിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിന്നതാണ്. പക്ഷെ ഭയങ്കര പൈപ്പ് കേട്ടോ. അതിൽ ഞാൻ വിചാരിച്ച് എത്തേലൊക്കെ ഉണ്ടാക്കട്ടെ എന്ന്. അപ്പോൾ ചോറ് വെക്കാനുള്ളൊരു മനസ്സിക്കില്ല കേട്ടോ. അപ്പോൾ ചോറും ഇല്ല. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ അവിലും ഇല്ല കേട്ടോ, പഴമാണ് ഈ വഴുത്തിട്ടും ഇല്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ കുറച്ച് നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ടാക്കിയിട്ട് ചെറുതാക്കി ഒന്ന് ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഫ്രൈഡ് റൈസ് ഇല്ലേ, അങ്ങനെ വെക്കാമെന്നാണ് വിചാരിച്ചത്. മുട്ടയൊക്കെ പൊരിച്ചിട്ട് ചിക്കി പൊരിച്ചിട്ട് അങ്ങനെ ബീൻസും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെക്കാമെന്നാണ് വിചാരിച്ച്. സാധാരണ നമ്മളെ ഫ്രൈഡ് റൈസിൽ നീണ്ട അരിയാണല്ലോ, നമ്മളെ ബസ്മതി അരിയാണല്ലോ വെക്കൽ. അപ്പോൾ ഞാനിന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ നെയ്ച്ചോറ് വെച്ചതിൻ്റെ ബാക്കി കുറച്ച് അരി ഉണ്ടായിരുന്നു. ബാക്കി അരി ഇല്ല അതല്ല, നമ്മൾ പിസ്കൽ അങ്ങോട്ട് തലപൊന്തി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറച്ച് എടുത്തച്ചാണ്, ഇത്തിരി അരിയുള്ളൂ കേട്ടോ, ഒരു പിടി അരി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പള്ളക്കും കനത്തിലും തട്ടിക്കണമല്ലോ. കാരണം അപ്പോൾ എപ്പോഴും ഇങ്ങനെ തൊള്ളക്കൊഴിവില്ലാതെ തിന്നുകൊണ്ട് നിൽക്കണതാണ് ഞാനല്ലേ. അതുകൊണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നാൻ എന്നിട്ട് ഭയങ്കര ഇടങ്ങേറാകുക. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കട്ടെ കേട്ടോ, നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കട്ടെ. എൻ്റെ രീതിക്കുള്ള ഫ്രൈഡ് റൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. തെറ്റുകുറ്റങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ തെറ്റുകുറ്റങ്ങളില്ലാത്തൊരു സംഭവം നമ്മളെ അടുത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് വേഗം വെച്ചുണ്ടാക്കാം കേട്ടോ. അപ്പോൾ കറിയും കാര്യങ്ങളൊന്നും വേണ്ട, ഫ്രൈഡ് റൈസ് ആകുമ്പോൾ പിന്നെ കറിയും കാര്യങ്ങളൊന്നും കൂട്ടലില്ലല്ലോ. അപ്പോൾ ഞാൻ പൊതുവേ അങ്ങനെയാണ്, ആരും ഇല്ലാതെ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് വെച്ചുണ്ടാക്കാനില്ല ഭയങ്കര മടിയായിട്ട്. എന്തോരം മടിയാണ് വെച്ചുണ്ടാക്കാനായിട്ട്. രാവിലത്തെ ചായക്ക് കടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൂട്ടി ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ അങ്ങനെ കൂട്ടി തിന്നും എന്നല്ലാതെ ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ വെക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ ഉണ്ടായതാണ് അപ്പോൾ അത് കേട്ടോ. പക്ഷെ നമുക്ക് പള്ള നിൽക്കണില്ലായിരുന്നില്ലേ, ഭയങ്കര വൈപ്പ് അതിലാണ്ട് ഉണ്ടാക്കൽ തുടങ്ങിയതാണ് കേട്ടത്. അങ്ങനെ മൂപ്പര് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വന്നു. കുറച്ച് നേരം പിന്നെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു. ഇനി മക്കളെ കൊണ്ടാകാൻ പോകാണ് കേട്ടോ, ചാത്തല്ലൂർക്ക് പോവുകയാണ്. മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മഴ പെയ്യുന്നതിന് മുന്നേ ഓലെ പോയി കൊണ്ടുവരട്ടേന്ന് പറഞ്ഞിട്ടാണ് പോയതാണ്. ഇപ്പോൾ സമയത്താക്കണം 4, 4:30, 5 മണിയൊക്കെ ആയി തുടങ്ങിയിരിക്കുന്നു കേട്ടോ. ഞാൻ വീണ്ടും ഒറ്റക്കായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു വൈകുന്നേരം ആയപ്പോഴാണ് ഞാൻ ചോറിനും കൂട്ടാനൊക്കെ ഇല്ല പരിപാടി നോക്കിയത്. അപ്പോൾ മീൻ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞ്, അപ്പോൾ മീനിലുള്ള സാധനങ്ങളൊക്കെ നന്നാക്കി ഇടുക കേട്ടോ. അതിൻ്റെ ഇടയിൽ മക്കൾ വന്നിട്ടില്ല, ഒരൊച്ച കേൾക്കുന്നുണ്ട് അവിടെ, ഒച്ചയും പൊളിയും വർത്താനൊക്കെ കേൾക്കുന്നുണ്ട്. ചോറ് അടുപ്പത്തുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്ത് നമ്മൾ ഒറ്റക്കല്ലല്ലോ, എല്ലാവരും കൂടി ഇല്ലേ. അങ്ങനെ മക്കൾ വരുന്ന വരവാണ്ട്. ഒരു ദിവസത്തെ ലീവിന് ശേഷം ഒരു വീണ്ടും വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടത്ത് ഇങ്ങനെ ഒരാൾ കിടക്കണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഓള് വീണു, ആകെ മുറി പറ്റി ഗൈസ്. അതാണ് സീന്. വെള്ളച്ചാട്ടത്ത് പോയാണ്ട് കാതൊക്കെ മുറിഞ്ഞിട്ട് വന്നിക്കാം. ഒരാൾ ഗൈസ് മലന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളെല്ലാരും നോക്കിയപ്പോ ഓള് വീണതാണ് ഗൈസ്.
ആദ്യം ഇങ്ങനെ വിൽക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് മുന്നിക്ക് കാല് വെച്ചതും ഇങ്ങനെ വെക്കാതെ ഇങ്ങനെ വീണപ്പം കമ്മലൊക്കെ പഠിച്ചിട്ട് ആകെ കുത്തി. അപ്പൊ കാത് കീറി ചുരുക്കം പറയാലോ. അപ്പത്തില്ല പക്ഷെ ഉൽമേറ്റൊക്കെ തേച്ച് ആരും അറിഞ്ഞിട്ടൊന്നുമില്ല അവിടെ. എങ്ങനെ വിരുന്ന് പറഞ്ഞേക്കാം അങ്ങൊന്നും പറയണം. എങ്ങനെ വിരുന്ന് പറഞ്ഞേക്കാം. ഈ കട്ട്ലേറ്റ് അല്ലാതെ പീടികയിൽ വേറെ ഒന്നും ഉണ്ടാക്കൂല. ഇത് ബീഫടി അങ്ങനെ മക്കള് വന്നപ്പോ അങ്ങനെ സമാനപ്പൊതിയായിട്ടാണ് വന്നിട്ടുണ്ട്. അപ്പൊ വെള്ളച്ചാട്ടത്തേക്ക് പോയാണ്ട് വീണ് ഇതാ ചെവിയൊക്കെ പൊട്ടിയിട്ടാണ് വന്നിട്ട് ചെറിയൊരു മുറിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ കമ്മലൊക്കെ ഊരി വെച്ചൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയാൽ എങ്ങനെ ഇപ്പം പറഞ്ഞേക്കുക. അപ്പോൾ ഇതാക്കണ ആരും കാണാതെ എല്ലാവരും കൂടിയും മക്കളെല്ലാവരും കൂടിയിട്ട് പോയതാണെന്ന് പറഞ്ഞത്. തൊട്ടടുത്തേക്കാണ്, വലിയ വെള്ളച്ചാട്ടം കാര്യങ്ങളൊന്നുമല്ല, വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അങ്ങനെ മീൻ കറിയായി, ചോറായി, മീനൊക്കെ തലയൊക്കെ കൂട്ടിയിട്ട് അതിൻ്റെ മറ്റേ ചെമ്പല്ലി മീനാണ് കേട്ടോ വാങ്ങിയപ്പോൾ കുറച്ച് വെള്ളത്തിലൊക്കെ വെച്ചു. ഇനിയിപ്പോൾ ചോറ് കൂട്ടാൻ ഉസാറായിട്ട് തിന്നാലോ. ഉച്ചക്കത്തെ ചോറായിട്ട് അങ്ങനെ ശരിയായിട്ടില്ല കേട്ടോ. അറിയാമല്ലോ നമ്മളൊക്കെ നല്ല തീറ്റ തിന്നുന്ന ആൾക്കാരാണ്, നല്ല ഉസാറായിട്ട് ചോറ് കൂട്ടാനൊക്കെ തിന്നുന്ന ആളാണ്. അപ്പോൾ രാവിലത്തെ നമ്മളെ ചോറ് ഇവിടെ ഉണ്ട് കേട്ടോ. ഉച്ചക്കത്തെ ചോറ് ഇവിടെ ഉണ്ട്. അത് ഇത്തിരിയും കൂടി ഉണ്ട്. ഞാൻ തിന്നിട്ടും തീരില്ല. ഇനി കുറച്ച് കോഴിക്ക് കൊടുക്കണം, അല്ല അപ്പം രക്ഷയില്ല. അപ്പോൾ പഴക്കൊല ഇതാക്കണ ഇങ്ങനെ ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മഞ്ഞ ആകണുണ്ട്. മഞ്ഞ ആകണ ഇങ്ങനെ പറിച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് ചെറിയൊരു കായ ആയതുകൊണ്ട് നല്ല രസമുണ്ട് തിന്നാനായിട്ട്. വളവും കാര്യങ്ങളൊന്നും ചേർക്കായിട്ടാന്ന് തോന്നുന്നത്. നല്ല മധുരം ഉണ്ട് കേട്ടോ. ചെറിയ കായ ആയതുകൊണ്ട് തിന്നാനും സുഖമുണ്ടല്ലോ. അപ്പോൾ ഞാനിതാകണം ഒരു കായ് പറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറും കൂട്ടാനൊക്കെ അയക്കണമല്ലോ. അപ്പോൾ മക്കൾ അടിച്ചു വാരലും അതേമാതിരി വിളക്കത്തിക്കുന്ന ആ ഒരു പരിപാടിയിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പഴമൊക്കെ തിന്നിട്ട് ഇങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിച്ചപ്പോഴാണ് മൂപ്പര് വന്നിട്ട്. ഇനിയിപ്പോൾ മൂപ്പർക്കും കൊടുക്കാം. ഇനിയിപ്പോൾ ഷെയറിട്ട് കഴിച്ചില്ല എന്ന് വരുത്തണ്ടെന്ന് പറഞ്ഞാണ്ട് ഞാനിതാക്കണ ഒരു പൊട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിചാരം അത് ഫുള്ളുണ്ട് എന്നാണ് തോന്നുന്നുണ്ട്. അത് ഏതായാലും വാങ്ങിപ്പോയിട്ടുണ്ട്, കളയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതാക്കണ് വിളക്കത്തിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്ക് എന്തോ ഇത് ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു നേരത്ത് ഇങ്ങനെ വിളക്ക് കത്തിച്ച് കാണാനായിട്ട്. ഇവിടെ നമ്മളെ പുതിയ വാങ്ങിയ മീഷോന്ന് വാങ്ങിയ സംഗതിയാണ് കേട്ടോ. അത് ഒരു ചിത്രശലഭത്തിൻ്റെ പോലെയാണ്, എന്തോ രസമാണ് അത് കാണാൻ. വിളക്കത്തിച്ച് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ ഇതാക്കണം ഇവിടെ ഭയങ്കര വർത്താനവും കാര്യങ്ങളാണ്. അപ്പോൾ അച്ഛനോട് ഇതാക്കണം അവിടുത്തെ കാര്യങ്ങൾ പറയാട്ടോ. അച്ഛമ്മൻ്റെയും എല്ലാവരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുത്തിരിക്കുകയാണ്. മക്കൾക്കും പണി. അപ്പം മഴ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാത്രി മിക്കവാറും മഴയും കാര്യങ്ങളൊക്കെ കേൾക്കാറെന്ന് വിചാരിക്കുന്നുണ്ട്. മഴ വന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്, മൂടിക്കെട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. ഈ വൈകുന്നേരം നേരത്തെ ഏതായാലും മൂടിക്കൊട്ടൽ കുറച്ച് കൂടുതലുണ്ടാവും. പിന്നെ എന്താക്കണം അച്ഛമ്മൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. വെള്ളച്ചാട്ടത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ വല്യച്ഛനും ചെറിയച്ഛനും മക്കളെ കുട്ടികളെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും കൂടി. ഒരു പണിയൊന്നും ഇല്ലല്ലോ, പണിയും വേലയൊക്കെ കഴിഞ്ഞില്ലേ. അപ്പോൾ അതാക്കണ കുഞ്ഞാറ്റക്ക് ഇത്തിരി കുയിന്തും കുന്നായ്മയും ഉണ്ട്. എന്താ വെച്ചാൽ ഞാനും പുതിയ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇന്നലെ നമ്മളെ ലച്ചുമോക്ക് പുതിയത് അടിച്ചു കൊടുത്തിക്കണല്ലോ. അപ്പോൾ അതിൻ്റെ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. എനിക്ക് അടിച്ചു തന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് മൂപ്പത്തി. അപ്പോൾ ഏതായാലും മൂപ്പത്തിക്ക് ഒരു സീല വാങ്ങിയിട്ടൊന്ന് അടിച്ചു കൊടുക്കണം. ഞായറാഴ്ച ഏതായാലും ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ പോകുകയാണെങ്കിൽ അടിച്ചു കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്, ഒരു വെറൈറ്റി ആയിട്ടൊന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ് ഇപ്പോൾ ഇടുന്നതൊക്കെ, ചെറിയ വീഡിയോ കേട്ടോ. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മനസ്സിലുള്ളവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ ഞാൻ നാളെ വരാൻ. ബൈ ടാറ്റാ.